സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് 631 മുതൽ ഉള്ള നാമങ്ങളാണ്. നമ്മളതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. ത്രക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതല കാഞ്ചിതാവമാ ശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിതാവശ ഗർഭാസ്വർണ ഗർഭ വരദാവ ഗതീശ്വരി. ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ്. അപ്പോൾ 631 മുതൽ 640 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. 631 ദിവ്യഗന്ധാഢ്യ ദിവ്യഗന്ധങ്ങളുടെ പരിമളം കൊണ്ട് ആഢ്യയായവൾ. ദിവ്യഗന്ധം ദേവിയുടെ ശരീരത്തിന് സ്വാഭാവികമാണെന്നും ഹരിചന്ദനാദി സുഗന്ധദ്രവ്യങ്ങൾ ചേർന്നും കുറിക്കൂട്ടുകൾ അവ അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ദേവി അണിയുന്നു എന്നും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഹരിചന്ദനാദികളായിട്ടുള്ള ദിവ്യഗന്ധങ്ങൾ, ആ ഗന്ധങ്ങളുടെ പരിമളം കൊണ്ട് ആഢ്യയായവൾ. അപ്പോൾ ഹരിചന്ദനം തുടങ്ങിയ ദിവ്യ വസ്തുക്കൾ, ദിവ്യഗന്ധങ്ങൾ, അത് ദേവിയിൽ ഉണ്ടാക്കുന്ന പരിമളം, ആ പരിമളം കൊണ്ട് ആഢ്യയായവൾ എന്നാണ് അർത്ഥം. അപ്പോൾ സുഗന്ധികളായ ദിവ്യഗന്ധങ്ങൾ കൊണ്ട് നിർമ്മിച്ച കുറിക്കൂട്ടണിഞ്ഞവൾ എന്നും അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ ദിവ്യഗന്ധത്താൽ ആഢ്യയായവൾ. 632 സിന്ദൂരതിലകാഞ്ചിത, സിന്ദൂരതിലകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ, അതാണ് സിന്ദൂരതിലകാഞ്ചിത. ഇവിടെ സിന്ദൂരം എന്ന് പറഞ്ഞാൽ ആന എന്നും സ്ത്രീ എന്നും 2 അർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശ്രേഷ്ഠമായ ഗജങ്ങളാൽ, ആനകളാൽ ചുറ്റപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട്. ഇനി ഗജഗാമിനിമാരായ ശ്രേഷ്ഠമായ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവൾ എന്നും, ഗജങ്ങളാലോ സ്ത്രീകളാലോ ആരാധിക്കപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തിലക എന്ന ശബ്ദത്തിന് അളകം അല്ലെങ്കിൽ കുറുനിര എന്ന അർത്ഥമുണ്ട്. അപ്പോൾ നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ള സിന്ദൂരം കൊണ്ടും കുറുനിരകൾ കൊണ്ടും അലങ്കൃതമായ മുഖം എന്നുള്ള അർത്ഥവും പറയാം. അതാണ് 632 സിന്ദൂരതിലകാഞ്ചിത, സിന്ദൂരതിലകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ എന്ന് സിമ്പിളായിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഇനി അടുത്തത് 633 ഉമ ശിവൻ്റെ പത്നി എന്നുള്ള അർത്ഥത്തിൽ പാർവതി ദേവി എന്ന അർത്ഥം. ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ച ദേവി ശിവനെ ഭർത്താവായിട്ട് ലഭിക്കുന്നതിന് തപസ് ചെയ്യാൻ ഒരുങ്ങി, ആ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ. അവിടെ ഊ എന്ന ശബ്ദത്തിന് പരമശിവൻ എന്നാണ് അർത്ഥം. മാ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം. അങ്ങനെ ആ തപസ് ചെയ്ത് ഭഗവാനെ കല്യാണം കഴിച്ച ദേവിയാണ്, പരമശിവനെ തപസ് ചെയ്ത് കല്യാണം കഴിച്ച ആ ദേവി. അതുകൊണ്ട് ഉമ എന്നർത്ഥം. അതായത് പരമശിവൻ്റെ പത്നി അല്ലെങ്കിൽ പരമശിവൻ്റെ ലക്ഷ്മി. മാ എന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്നർത്ഥം, ഊ എന്ന് പറയുന്നത് പരമശിവൻ എന്നർത്ഥമാണ്. അപ്പോൾ ഉമ എന്ന് പറഞ്ഞാൽ പരമശിവൻ്റെ ലക്ഷ്മി എന്നോ അത് അല്ലെങ്കിൽ പരമശിവൻ്റെ പത്നി എന്നോ അർത്ഥം മനസ്സിലാക്കാം. 634 ശൈലേന്ദ്ര തനയ. ശൈലേന്ദ്രൻ പർവ്വതരാജൻ, തനയ എന്ന് പറയുമ്പോൾ പുത്രി, തനയ എന്ന് പറയുന്നത് പുത്രിയാണ്. ശൈലേന്ദ്രൻ്റെ അല്ലെങ്കിൽ പർവ്വതരാജൻ്റെ അല്ലെങ്കിൽ ഹിമവാന്റെ പുത്രി എന്നാണ് ശൈലേന്ദ്ര തനയ എന്ന അർത്ഥം, എന്ന ആ ഒരു നാമത്തിന് അർത്ഥം. ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിട്ട് ജനിച്ചു സതീദേവി. ആ സതീദേവി ദേഹത്യാഗം ചെയ്ത് ദേവകാര്യാർത്ഥം വീണ്ടും ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ച കഥയൊക്കെ ഭാഗവതത്തിലും ശിവപുരാണങ്ങളിലുമൊക്കെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് 634 നാമം ശൈലേന്ദ്ര തനയ. ഇനി 635 ഗൗരി ഗൗരവർണ്ണമുള്ള ശരീരമുള്ളവർ. ഗൗരം എന്ന് പറയുന്നത് ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ, സ്വർണ്ണവർണ്ണം, ഇത് 4 ഗൗരവർണ്ണം. അപ്പോൾ ആ ഗൗരവർണ്ണമുള്ള ശരീരത്തോടു കൂടിയവൾ എന്നാണ് ഗൗരി എന്ന വാക്കിന് അർത്ഥം. അപ്പോൾ ഗൗരവർണ്ണമുള്ള ശരീരമുള്ളവൾ, ചുമപ്പ് അല്ലെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണം, ഇത്രയും വർണ്ണങ്ങളെ കാണിക്കുന്നു ഗൗരവർണ്ണം.
അപ്പോൾ ദേവിയുടെ വർണ്ണനയിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അരുണവർണ്ണം എന്നോ ഗൗരവർണ്ണം എന്നോ പറയും. അരുണവർണ്ണം എന്ന് പറയുന്നത് ചുവപ്പ് വർണ്ണമായിട്ടും പറയാം, സ്വർണ്ണവർണ്ണമായിട്ടും പറയാം. അപ്പോൾ ഗൗരവർണ്ണം, അരുണവർണ്ണം, സ്വർണ്ണവർണ്ണം എന്നൊക്കെ പറയുന്നതൊക്കെ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത 636 നാമം ഗന്ധർവ സേവിത. ദേവയോനികളായ ഒരു ഗണമാണ് ഗന്ധർവന്മാർ. അപ്പോൾ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ, അതാണ് ഗന്ധർവ സേവിത. ദേവസദസ്സിലെ ഗായകന്മാരാണ് ഗന്ധർവന്മാർ. ഗന്ധർവന്മാർ പൊതുവെ പാട്ടുകാരാണ്. അപ്പോൾ ദേവസദസ്സിലെ ഗായകന്മാരാണ് ഗന്ധർവന്മാർ. ആ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ ദേവി എന്നാണ് അർത്ഥം. ഗന്ധർവ ശബ്ദത്തിന് ഗായകൻ എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഗാനഗന്ധർവൻ, യേശുദാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഗാനത്തിൻ്റെ ആ ഒരു അതിന് വളരെ നല്ല രീതിയിൽ പാടുന്ന ദേവന്മാർ പാടുന്ന പോലെ ആയിരിക്കുമല്ലോ ഏറ്റവും വിശിഷ്ടമായിട്ട് പറയുന്നത്. അങ്ങനെ ആ ഗാനഗന്ധർവൻ എന്ന് പറയുമ്പോൾ ആ ഗന്ധർവ ശബ്ദത്തിന് ഗായകൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഗന്ധർവ സേവിത എന്ന് പറയുന്നത് ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ, ഗായകരായിട്ടുള്ള ദേവസദസ്സിലെ ഗായകരായിട്ടുള്ള ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പോൾ ഗായകന്മാർ സ്തോത്ര രൂപത്തിൽ ഗാനങ്ങളാൽ ദേവിയെ ആരാധിക്കുന്നു എന്നും പറയാം. അപ്പോൾ ഈ ദേവന്മാരാൽ ഗാനങ്ങളാൽ ആരാധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്ര രൂപത്തിലാണ്. പലതരം സ്തോത്രങ്ങളിലൂടെ അവർ ദേവിയെ ഗാനങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നു. അങ്ങനെ ആരാധിക്കപ്പെടുന്നവൾ അതാണ് ഗന്ധർവ സേവിത, ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി ഗന്ധർവ ശബ്ദത്തിന് ഭക്തൻ എന്നും ജ്ഞാനി എന്നും അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭക്തൻ എന്നുള്ള അർത്ഥം ഗന്ധർവ ശബ്ദത്തിന് എടുക്കുകയാണെങ്കിൽ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവൾ. അപ്പോൾ ദേവി ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നു. പിന്നെ അതുപോലെ ജ്ഞാനി എന്ന അർത്ഥമാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്നവൾ. അങ്ങനെയുള്ള അർത്ഥങ്ങളും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇനി 637 നാമം വിശ്വഗർഭ. വിശ്വത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ. സർവ വിശ്വങ്ങളും ദേവിയുടെ ഗർഭത്തിൽ നിന്ന് ഉണ്ടായി എന്നും അങ്ങനെ വിശ്വത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വിശ്വഗർഭ. ലോകജനനി എന്നർത്ഥം. ഈ ലോകത്തിന് തന്നെ മാതാവായിട്ടുള്ളവൾ. അതാണ് ആദ്യത്തെ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ ശ്രീമാത എന്നാണ്. അപ്പം ആ ലോകത്തിന് തന്നെ മാതാവാണ് ലോകജനനി എന്ന അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ വിശ്വഗർഭ എന്ന് പറയുമ്പോൾ വിശ്വം ലോകം, ഗർഭത്തിൽ ധരിക്കുന്നവൾ. ഗർഭത്തിൽ ധരിക്കുന്ന ആളാണല്ലോ അമ്മ, അതാണ് ലോകജനനി. ഇനി 638 സ്വർണ്ണഗർഭ. സ്വർണം ഗർഭത്തിലുള്ളവൾ. ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ പുറകെയാണ് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ വിദേശങ്ങളിൽ നിന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ശ്രേഷ്ഠമായതുകൊണ്ട് അതിന് വില കൂടുതലുള്ളതുകൊണ്ടും. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു ലോഹമാണ്. വിലയാണെങ്കിൽ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ ഇപ്പോൾ നമ്മൾ ഇനി എപ്പോഴാണ് 1 ലക്ഷത്തിലേക്ക്, ഒരു പവൻ 1 ലക്ഷത്തിലേക്കൊക്കെ എത്തുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വർണം ഗർഭത്തിലുള്ളവൾ സ്വർണ്ണഗർഭ. അതായത് ലോഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വർണം തന്നെ ദേവീ രൂപമാണെന്ന് പറയുന്നു. അതുകൊണ്ട് സ്വർണ്ണമയമായ ബ്രഹ്മാണ്ടം ഗർഭത്തിലുള്ളവൾ എന്നും പറയാം. അതുകൊണ്ടാണ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ വിശ്വഗർഭ എന്ന് പറയുന്നതിൻ്റെ വേറൊരു പര്യായമായിട്ട് സ്വർണ്ണഗർഭ എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് 639 നാമം അവരഥ. വരദ. നമ്മളിങ്ങനെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ വരദ വാഗതീശ്വരി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ അവിടെ അവരഥ എന്നാണ് ശരിക്കും അത് വരേണ്ടത്. അവരഥ അവരന്മാർ ദുഷ്ടന്മാർ. അവരഥ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ
അവ എന്ന് പറയുന്ന അവ പ്ലസ് രഥ എന്നും അതിനെ രണ്ടാക്കി തിരിക്കാം. അവ ദുഷ്ടൻ, രഥ പല്ലുകൾ. അപ്പോൾ ദുഷ്ടനെ ദേവിയുടെ വിദ്യാരൂപമായ ശുദ്ധവിദ്യാ അങ്കുരങ്ങളായിട്ടുള്ള പല്ലുകൾ കൊണ്ട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ജ്ഞാനം കൊണ്ട് ശുദ്ധവിദ്യാ പ്രകാശമായിട്ടുള്ള ആ ജ്ഞാനം കൊണ്ട് ദുഷ്ടനെ പോലും നശിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നു. അപ്പോൾ രഥം എന്ന് പറയുമ്പോൾ പല്ലുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ കാന്തിമത്തായ പല്ലുകളോട് കൂടിയവൾ എന്നും പറയാം. അല്ലെങ്കിൽ അവ ദുഷ്ടൻ, രഥ പല്ലുകൾ. അപ്പോൾ ദുഷ്ടനെ നശിപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയ കാന്തിമത്തായ പല്ലുകളോട് കൂടിയവൾ, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അർത്ഥം. അപ്പോൾ അതാണ് അവരഥ, അവരന്മാരെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൾ. കാന്തിമത്തായ പല്ലുകളോട് കൂടിയവൾ എന്നും പറയാം. കാന്തിമത്തായ പല്ലുകളോട് കൂടിയവൾ, അല്ലെങ്കിൽ ദേവിയുടെ പല്ലുകൾ ശുദ്ധവിദ്യാങ്കുരാങ്കാരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ ഒരു വിദ്യയിലൂടെയും പിന്നെ ജ്ഞാനത്തിലൂടെയും ദുഷ്ടനെ നശിപ്പിക്കുന്നു എന്നും അർത്ഥം. 640 വാഗധീശ്വരി, വാക്കിന് അതീശ്വരിയായവൾ. അപ്പോൾ വൈഖരി രൂപത്തിൽ ഭാഷകളായിട്ട് വർത്തിക്കുന്നു ദേവി. അപ്പോൾ ഭാഷകൾ ദേവീ രൂപമാണ് എന്നും വാക്ക് ദേവീ രൂപമാണെന്നും വാക്കിന് അതീശ്വരിയാണ്. അപ്പോൾ വാക്കിൻ്റെ ഈശ്വരിയാണ് ദേവി, അതാണ് വാഗധീശ്വരി. സാഹിത്യം, കല, സംഗീതം, സാഹിത്യം, കല ഈ ഒരു രൂപത്തിലും വാക്ക് രൂപത്തിലും പ്രവർത്തിക്കുന്ന ദേവി. അപ്പോൾ സംഗീതോപാസകർ, സാഹിത്യോപാസകർ ഒക്കെ ദേവിയെ ഉപാസിക്കുന്നു. കാരണം ദേവി വാഗധീശ്വരി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വാക്കിന് അതീശ്വരിയായവൾ ദേവി എന്ന അർത്ഥത്തിലുള്ള വാഗധീശ്വരി എന്ന 640ാമത്തെ നാമം. അപ്പോൾ ഇവിടെ നമ്മളിന്ന് നോക്കിയ ഭാഗങ്ങൾ ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരതലകാഞ്ചിതാവുമാ ശൈലേന്ദ്രതനയ ഗൗരീഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണ്ണഗർഭ വരദ വാഗധീശ്വരി, ആ ഒരു ഭാഗത്താണ് നമ്മൾ നിർത്തുന്നത്. 640 വരെയുള്ള നാമം, 631 തൊട്ട് 640 വരെയുള്ള നാമം, അത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.